എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈവനിങ് സ്നാക്കായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും നമുക്ക് കഴിക്കാം. ഈ പലഹാരത്തിന് മുട്ടയപ്പം, മുട്ടസുർക്ക എന്നൊക്കെ പറയും. ഇത് ചായക്കടകളിലും തട്ടുകടകളിലും ഒക്കെ മേടിക്കാൻ കിട്ടുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിനു വേണ്ടി 1 കപ്പ് പച്ചരി ഒരു 2 മണിക്കൂർ മുമ്പ് കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത് 240 മില്ലിയുടെ ഒരു മെഷർമെൻറ്റ് കപ്പാണ്. ഇത് 1/4 കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പാണ്. ഇതിൽ 1/4 കപ്പ് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. കുതിർത്ത് വെച്ചിരുന്ന പച്ചരി, ചോറ്, മുട്ട ഇവയെല്ലാം കൂടെ മിക്സിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് 1/4 കപ്പ് അളവിൽ ചോറ് അളന്നെടുത്ത അതേ കപ്പാണ്. ഇതിൽ 1 കപ്പ് വെള്ളവും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടിപ്പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മുട്ടയപ്പത്തിനുള്ള കൂട്ടിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അരയ്ക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് പോലെ അപ്പത്തിനൊന്നും അരയ്ക്കുന്നത് പോലെ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ചെറിയ തരിതരിയായിട്ട് അരച്ചെടുക്കാം. ഏകദേശം ഉണ്ണിയപ്പത്തിനും നെയ്യപ്പത്തിനും ഒക്കെ അരയ്ക്കുന്ന ആ ഒരു പരുവം. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ പാകം മനസ്സിലാകും. ഇനി ഇതിലേക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആവശ്യമാണെങ്കിൽ ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓരോ അളവും അതേപടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ കൺസിസ്റ്റൻസിയിലുള്ള ബാറ്റർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രത്തിൽ ഇത് ചുട്ടെടുക്കാം. ഞാനിവിടെ കുറച്ച് കൂടുതൽ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇത്ര എണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഓരോന്നോരോന്നായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരപ്പം മുങ്ങിക്കിടക്കാനുള്ള എണ്ണയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു ചെറിയ തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ നേരെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇതിനി അനക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഇതുപോലെ അങ്ങ് പൊങ്ങി വരും. പൊങ്ങി വരുമ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് കോരിയഴിച്ച് ഉണ്ടാക്കിയെടുക്കാം. ഗോൾഡൻ കളറായി വരുന്ന ഒരു സ്റ്റേജിലോ ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ടോ കോരിയെടുക്കാം. ഓരോരുത്തരുടെയും പാകത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ ഐറ്റമാണിത്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ സാധാരണ ഇഡ്ഡലി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരമായിട്ട് ജീരകശാല അരിയോ പുഴുങ്ങലരിയോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കാൻ മറക്കണ്ട. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.